ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സാധാരണ മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ മാത്രമല്ല കേട്ടോ. ഇത് കോട്ടയത്ത് പോയൊരു വർക്ക് വ്ലോഗാണ് കേട്ടോ. വർക്കിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ക്ലയൻസിനെ റെഡിയാക്കിയത്, പിന്നെ തിരിച്ച് വീട്ടിലെത്തിയത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും മേക്കപ്പ് ആർട്ടിസ്റ്റിനും ബ്രൈഡ്സിനും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ വരെ ഓട്ടോയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നേരെ കോട്ടയത്താണ് കേട്ടോ നമുക്ക് വർക്ക് വരുന്നത്. ഒരു ഫ്രീലാൻസ് ആയതുകൊണ്ട് തന്നെ ട്രാവൽ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. ചിലപ്പോൾ ഒരുപാട് നേരം നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ രാത്രി വൈകിയാണ് വീട്ടിലെത്തുന്നത്. പക്ഷെ ഒരു ക്ലയന്റ് സ്പെഷ്യൽ ഡേയുടെ ഭാഗമാകാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ് കേട്ടോ. കോട്ടയത്ത് എത്തിയപ്പോൾ ക്ലയൻസിന്റെ ഭാഗത്ത് നിന്ന് കാർ വന്നിരുന്നു. അവർ തന്നെ ഞങ്ങൾ റൂമിലേക്ക് കൊണ്ടുപോയി. വർക്ക് വരുന്നത് പിറ്റേ ദിവസം വെളുപ്പിനെയാണ്. പക്ഷെ ഞങ്ങൾ തൊട്ട് തലേ ദിവസമാണ് എത്തിയത് കേട്ടോ. സത്യത്തിൽ റൂം കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും സർപ്രൈസ്ഡ് ആയി. കാരണം വളരെ നീറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൂമായിരുന്നു നമുക്ക് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്നാക്സ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്സ്, ഡ്രിങ്ക്സ്, കെറ്റിൽ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ. അതൊക്കെ യാത്ര കഴിഞ്ഞ് എത്തുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് മാത്രമല്ല, നമുക്ക് ആർക്കും ഇങ്ങനെ ഒരു കെയർ കിട്ടുമ്പോൾ ശരിക്കും മനസ്സിൽ തട്ടു കേട്ടോ. ഫാമിലിക്കും ഞാൻ ഇവിടെ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. അങ്ങനെ തന്നെ വേണമെന്നില്ല. പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിന് ക്ലീൻ ആയ ഒരു വർക്ക് സ്പേസ് അല്ലെങ്കിൽ നല്ല ലൈറ്റിംഗ്, കുറച്ച് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് വളരെ സ്മൂത്ത് ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഫൈനൽ റിസൾട്ടും നല്ലതായിരിക്കും കേട്ടോ. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കുറച്ച് റെസ്റ്റ് എടുത്തു. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലും അസിസ്റ്റന്റ് എന്ന നിലയിലും റെസ്റ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മണിക്കൂറുകളോളം നിൽക്കുന്ന ഒരു ജോലിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ അത്രയും ഫ്രഷ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ക്ലയൻസിന് ബെസ്റ്റ് റിസൾട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ക്ലയന്റ് വന്നു. സാരി പ്രീ പ്ലീറ്റ് ചെയ്യാനായിട്ട് മെഷർമെന്റ് എടുത്ത് അവർ തിരിച്ചു പോയി. വെഡിങ് ഡേയിൽ സമയം ലാഭിക്കാനും ടെൻഷൻ കുറയ്ക്കാനും ഇത് ഒരുപാട് സഹായിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും കഴിയുന്നിടത്തോളം പ്രീപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. നമുക്ക് മൊത്തം 3 ക്ലയൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേർക്ക് മാത്രമേ സാരി ഡ്രപ്പിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾ ബ്രൈഡ് ആണ്, ആൾക്ക് സാരി ഡ്രപ്പിംഗ് മാത്രം മതിയായിരുന്നു കേട്ടോ. എന്തായാലും പ്രീപ്ലീറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചു. പ്ലീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാ പ്രൊഡക്ട്സും നീറ്റ്ലി അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. ഇതും ഒരു ടിപ്പാണ്. എല്ലാ പ്രൊഡക്ട്സും കാറ്റഗറി വൈസ് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുമ്പോൾ ഒന്നും തന്നെ നമുക്ക് സമയം കളയേണ്ടി വരത്തില്ല കേട്ടോ. ടൈം മാനേജ്മെന്റ് ആണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ലഞ്ച് കഴിക്കാനിരുന്നത്. ഫ്രൈഡ് റൈസും നൂഡിൽസും ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡും ഒക്കെ നമുക്ക് ക്ലയന്റിന്റെ ഭാഗത്ത് നിന്നായിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷൻ ഫ്രീ ആയിരുന്നു കേട്ടോ. ട്രാവലിംഗ് വർക്ക് ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് എന്താണോ കിട്ടുന്നത് അതാണ് കേട്ടോ നമ്മൾ കൂടുതലും കഴിക്കാറുള്ളത്. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആവാനായിട്ട് പോയി. ഇതിന് മുമ്പ് ഇവിടുത്തെ ബാത്റൂം ഞാൻ കാണിച്ചു തരാം കേട്ടോ. സത്യത്തിൽ വളരെ ക്ലീനും സ്പേഷ്യസും ആയ ഒരു ബാത്റൂം ആയിരുന്നു കേട്ടോ. എല്ലാ ബേസിക് അമ്യൂണിറ്റീസും നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഷാംപൂ, ബോഡി വാഷ്, സോപ്പ്, ടവൽസ് എല്ലാം അവൈലബിൾ ആയിരുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചത് സീനിയർ സിറ്റിസൺസിനും മൊബിലിറ്റി ഇഷ്യൂ ഉള്ളവർക്കും വളരെ കൺവീനിയന്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഷവർ ഷെയറും സേഫ്റ്റി സപ്പോർട്ടും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൺസിഡർ ചെയ്തിട്ടുള്ള ഈ ഒരു സെറ്റപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് കേട്ടോ ഞാൻ കാണിച്ചത്. എല്ലാവരും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ട്രാവലൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ് ആവാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു കേട്ടോ ഇത്. അതിനുശേഷം ഫ്രഷ് ഒക്കെ ആയി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഏകദേശം 1 മണിക്കൂർ മാത്രം ഞങ്ങൾ റെസ്റ്റ് എടുത്തുള്ളൂ. റെസ്റ്റ് ഒക്കെ എടുത്ത് എഴുന്നേറ്റപ്പോഴേക്കും സമയം ഏകദേശം 4 മണിയായി. നമ്മൾ പ്രൊഡക്ട്സ് എല്ലാം നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. ക്ലയന്റ് വരുന്നതിന് മുൻപ് തന്നെ സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ക്ലയന്റ് വന്ന ഉടനെ തന്നെ നമുക്ക് യാതൊരു തിരക്കും ഇല്ലാതെ ഓരോ സ്റ്റെപ്പും ഭയങ്കര റിലാക്സ് ആൻഡ് കാം ആയിട്ട് തുടങ്ങാൻ പറ്റും കേട്ടോ. നമ്മൾ പറഞ്ഞ കറക്റ്റ് സമയത്ത് തന്നെ ആദ്യത്തെ ക്ലയന്റ് വന്നു. അതിനുശേഷം നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ക്ലയന്റിന് ഹെവി മേക്കപ്പ് ഒന്നും വേണ്ടായിരുന്നു. വളരെ സിമ്പിൾ, എലഗന്റ്, സോഫ്റ്റ് ലുക്ക് മതി എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ നാച്ചുറൽ ആയിട്ട് തന്നെ കാണണം, അതിനൊപ്പം ലോങ് ലാസ്റ്റിംഗും ആയിരിക്കണം എന്നായിരുന്നു പ്രിഫറൻസ്. ഹെയറിൽ സോഫ്റ്റ് കേൾസ് ചെയ്ത് വളരെ സട്ടിൽ ആയ ഒരു ഗസ്റ്റ് ലുക്ക് ആയിരുന്നു കേട്ടോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫൈൻ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അതുപോലെ തന്നെ ക്ലയന്റിനും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫേസ് മേക്കപ്പ് കഴിഞ്ഞപ്പോഴേക്കും ആള് ഭയങ്കര ടെൻഷൻ ഫ്രീ ആയി, ഹാപ്പി ആയി. പിന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തിരുന്നാണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ ഈ ഒരു ഫാമിലിയെ കുറിച്ചിട്ട് പ്രത്യേകം പറയണം. വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ പറഞ്ഞ ടൈമിംഗ് മുഴുവൻ അവർ റെസ്പെക്ട് ചെയ്തു. മേക്കപ്പ് ആർട്ടിസ്റ്റ് സമയം പറയുന്നത് വെറുതെ അല്ല കേട്ടോ. സ്കിൻ പ്രപ്പ്, ഹെയർ സ്റ്റൈല്, സാരി ഡ്രൈപ്പിംഗ്, ടച്ചപ്പ്, ഫോട്ടോഗ്രാഫി ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് ഓരോ ടൈമിംഗ് നമ്മൾ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് പ്ലീസ് ആർട്ടിസ്റ്റ് പറയുന്ന സമയം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് ടെൻഷൻ നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാം കേട്ടോ. മേക്കപ്പ് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണ്. എനിക്ക് ഇത്രയും ഹാപ്പി ആയിട്ടുണ്ട് വേറെ അറിയില്ല. അടിപൊളിയാ. കാരണം എനിക്ക് ഇവിടെ വലിയൊരു സ്പേസ് ഉണ്ടായിരുന്നു, അത് ഫുൾ ആയിട്ട് കവർ ചെയ്തതല്ലേ. ഐ ആം സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. ആളുടെ ഫേസ് നല്ല ക്ലീൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു ഗ്ലാസ് സ്കിൻ ഫിനിഷ് ഉള്ള മേക്കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് അപ്കമിംഗ് ബ്രൈഡ്സിനും നോൺ ബ്രൈഡ്സിനും ഞാനൊരു ടിപ്പ് തരാം. വെഡിംഗ് ഡേക്ക് മുമ്പ് പുതിയ പ്രൊഡക്ട്സ് ഒന്നും പരീക്ഷിക്കാതിരിക്കുക. നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ഫൈനൽ റിസൾട്ടിനെ ഒരുപാട് ബാധിക്കും. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. സെക്കൻഡ് ക്ലയന്റ് അമ്മയായിരുന്നു. പറഞ്ഞതിൽ നേരത്തെ നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞ് അമ്മയെ തിരിച്ചയച്ചു കേട്ടോ. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ക്ലയൻസ് ആയിരുന്നു കേട്ടോ. ഒരു ക്ലയന്റ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ മേക്കപ്പ് ചെയ്യാനും നമുക്ക് എളുപ്പമായിരിക്കുള്ളൂ കേട്ടോ. ഏറ്റവും സന്തോഷം തോന്നിയത് വർക്ക് കഴിഞ്ഞ് അവർ പറഞ്ഞ കാര്യം കേട്ടിട്ടാണ് കേട്ടോ. ഇത്രയും സന്തോഷമുള്ളൊരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് കേട്ടോ ക്ലയന്റ് പറഞ്ഞത്. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അപ്രീസിയേഷൻ അതാണ് കേട്ടോ. മേക്കപ്പ് ചെയ്യുന്നത് ഒരാളുടെ ഫേസ് മാറ്റാനായിരിക്കരുത്, കോൺഫിഡൻസ് കൂട്ടാനായിരിക്കണം കേട്ടോ. ഇനിയുള്ളത് ബ്രൈഡ് ആണ്. ബ്രൈഡിന് സെക്കൻഡ് സാരി ഡ്രൈപ്പിംഗ് മാത്രമേ ഉള്ളൂ. അത് ഇവിടെ വെച്ചിട്ടല്ല, ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. അതിനുശേഷം ക്ലയന്റ് വിളിച്ചിട്ട് ഫാമിലിയിലുള്ള ഒരാൾക്ക് ദുപ്പട്ട അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു.
വിശപ്പ് നന്നായിട്ട് അടിച്ചു തുടങ്ങി. വർക്ക് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് സാൻഡ്വിച്ച് ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതുകൊണ്ട് ഞങ്ങളുടെ വയറ് നിറഞ്ഞില്ല. പിന്നെ നൂഡിൽസ് കൂടി ഓർഡർ ചെയ്ത് കഴിച്ചു. ട്രാവലിംഗ് ജോബ് ആണെങ്കിൽ സമയത്ത് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും മറക്കരുത്. മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആരോഗ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ മുഴുവൻ ദിവസവും എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ അപ്പൊ തന്നെ ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ചെയ്ത് വെച്ചു. എന്നിട്ട് കുറച്ചു നേരം കിടന്നു. സാരി ഡ്രൈപ്പിംഗ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോകണം. നമ്മളെ വിളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴേക്കും മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ റൂമിൽ റെസ്റ്റ് എടുത്തു. സാരിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. നമ്മുടെ ആദ്യത്തെ ക്ലൈന്റിന്റെ കുട്ടിയാണ് കേട്ടോ ഇത്. നമ്മൾ ചെന്നപ്പോൾ ഉറങ്ങാനായിട്ട് കിടത്തിയതാണ്. പക്ഷെ ആൾ ഉണർന്നു. പിന്നെ ആളെ എങ്ങനെയൊക്കെയോ ഉറക്കാനായിട്ട് ഇങ്ങനെ നോക്കി, പക്ഷെ പറ്റിയില്ല. കുറച്ചു നേരം ഞങ്ങൾ കളിപ്പിച്ചൊക്കെ ഇരുന്നു. ആള് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അതിനുശേഷം സാരി ഡ്രൈപ്പിംഗിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രൈഡ് വന്നു. സാരി പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് നമ്മൾ ഈസി ആയിട്ട് എടുത്തു കൊടുത്തു. അതിനുശേഷം അവർ തന്നെ നമ്മളെ സ്റ്റേഷനിലേക്ക് ഡ്രോപ്പ് ചെയ്തു കേട്ടോ. സത്യത്തിൽ ഇങ്ങനെയുള്ള ക്ലൈന്റ്സിനെ കിട്ടുമ്പോൾ ട്രാവലിംഗിന്റെ ക്ഷീണമൊന്നും നമുക്ക് തോന്നാറേ ഇല്ല കേട്ടോ. അവർ കാണിച്ച സ്നേഹവും കെയറിംഗും ഒന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. ട്രെയിൻ കയറി വൈകുന്നേരം ആയപ്പോഴേക്കും വീട്ടിലെത്തി. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. കാരണം നല്ലൊരു ഫീഡ്ബാക്ക് ആണ് എനിക്ക് ക്ലൈന്റിന്റെ അടുത്ത് നിന്ന് കിട്ടിയത്. അതുകൊണ്ട് ക്ലൈന്റും ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പൊ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. ഇനിയും ഇങ്ങനെയുള്ള വർക്ക് വ്ലോഗ്, ബ്രൈഡൽ ടിപ്സ്, മേക്കപ്പ് ടിപ്സ്, ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. See you in the next video. Bye.